പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പുന്നപ്ര സ്വദേശി ഉഷയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. 2021 മെയ് 15-നാണ് ശസ്ത്രക്രിയ നടന്നത്. 2 ദിവസത്തിനു ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് അവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഇത്തരത്തിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാന വിശദീകരണം. പുറത്ത് നടത്തിയ പരിശോധനയിൽ കത്രിക കണ്ടെത്തിയതിനു ശേഷമാണ് ഉഷ ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോൾ തന്നെ വിശദമായ പരിശോധന നടത്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില അസൗകര്യങ്ങളുണ്ടെന്നും പിന്നീട് വരാമെന്നും പറഞ്ഞ് പോവുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം. അപ്പോൾ തന്നെ വിശദമായ പരിശോധന നടത്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനൊക്കെ തങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് പോയത് ഉഷയാണെന്നും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ലഭിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി പത്മകുമാറാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പ്രതികരണം നൽകിയിരിക്കുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ RMO ഡോക്ടർ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ 4-അംഗ സമിതി രൂപീകരിച്ചതായും ഡോക്ടർ ബി പത്മകുമാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആശുപത്രി ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പുറത്ത് പരിശോധന നടത്തിയാൽ കത്രിക കണ്ടതിനു ശേഷം ഇവർ ആശുപത്രിയിൽ എത്തി എന്നാണ് ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രതികരണം. അപ്പോൾ തന്നെ വിശദമായ പരിശോധന നടത്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ തങ്ങൾ നിർദ്ദേശിച്ചതാണ്. പക്ഷേ അസൗകര്യമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയത് ഉഷ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൽ RMO ഡോക്ടർ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ 4-അംഗ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർ ബി പത്മകുമാർ അറിയിക്കുന്നത്. വിശദീകരണവുമായി ആശുപത്രി അധികൃതർ എത്തുന്നത് 2021 മെയ് 15-നാണ് ഈ ഒരു ശസ്ത്രക്രിയ നടന്നത്. ഏകദേശം 5 വർഷത്തോളം ഇവരുടെ വയറ്റിൽ ഈ ഒരു കത്രിക കുടുങ്ങി കിടക്കുകയായിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് 2 ദിവസത്തിന് ശേഷമാണ് ഇവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ പിന്നീട് അവർ ആശുപത്രിയിൽ എത്തിയില്ല എന്നൊരു വിവരമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാലും വലിയ വിമർശനമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർക്ക് നേരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തു നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഒരു പ്രതികരണം വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. സൂപ്രണ്ടിന്റെ വാർത്താ സമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. മന്ത്രി രാജിവെക്കണമെന്നൊക്കെയാണ് ആവശ്യം ഉന്നയിച്ച് ഇവർ പ്രതിഷേധം നടത്തുന്നത്. പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയിട്ടൊക്കെയുണ്ട്. പ്രതിഷേധക്കാരും പോലീസും തമ്മിലാണ് ഇപ്പോൾ സംഘർഷം നടക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു സംഘർഷമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്നത്. സൂപ്രണ്ടിന്റെ വാർത്താ സമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നടക്കുന്നത്. പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയിട്ടുണ്ട്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ ഒരു സംഘർഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. നാടകീയമായ രംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ആശുപത്രി വളപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ആരോഗ്യമന്ത്രിയൊക്കെ ഇടപെട്ടിരുന്നു. വീണ ജോർജ് കർശനമായ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറും നേഴ്സും ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു സംഭവത്തിൽ ഉത്തരവാദികളാണെന്നാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത്. ഈ ഒരു അന്വേഷണ റിപ്പോർട്ടുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം എത്തുന്നത്. എന്തായാലും വിശദീകരണത്തിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ഒരു പ്രധാന ആവശ്യം. പോലീസ് എന്തായാലും പ്രതിഷേധക്കാരെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുകയാണ്. പ്രതിഷേധക്കാരെ പോലീസ് നീക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി രാജിവെക്കണമെന്നൊരു വലിയ ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവാണ് ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായ ചികിത്സാ പിഴവുകൾ ഒരു തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്.